ഈ കൂട്ടായ്മ ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടെ, വളരെ ആഗ്രഹത്തോടെ ദൈവത്തെ സ്നേഹിച്ച്, ദൈവവചനത്തെ സ്നേഹിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നാം റോമാലേഖന പഠന പരമ്പരയിലാണല്ലോ. 5-ാം അധ്യായത്തിന്റെ ആദ്യ 11 വാക്യങ്ങളിലാണ് നാം കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ചിന്തിച്ചു വരുന്നത്. അവിടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിന് ശേഷം ദൈവമക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള സമാധാനം. ദൈവത്തോടുള്ള ശത്രുത്വത്തിലായിരുന്ന നമ്മളെ സമാധാനത്തിലാക്കി. അത് ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും ആ ഒരു ബന്ധത്തിലേക്ക്, ആ സമാധാന ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നത് വീണ്ടും ജനനത്തിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെടുമ്പോഴാണ്. രണ്ടാമത് നമുക്ക് സമാധാനം മാത്രമല്ല, സന്തോഷവും, ഒപ്പം നമുക്ക് കൃപാസനത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുവാനുള്ള പ്രവേശനവും നമുക്ക് നീതീകരണത്തിലൂടെ അപ്പോസ്തലൻ നമുക്ക് വെളിപ്പെടുത്തുക, നമുക്ക് ലഭിച്ച ഒരു ഫലമാണ്. മാത്രമല്ല, ആ ലഭിച്ച ആ കൃപാസനത്തിനരികെ അല്ലെങ്കിൽ ദൈവ സന്നിധാനത്തിനരികെ നിൽക്കുവാൻ, അവിടെ നിലനിൽക്കുവാൻ, അവിടെ കണ്ടിന്യൂ ചെയ്യുവാനുള്ള അനുമതിയും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് നമ്മുടെ ഉള്ളങ്ങളിൽ ഇപ്രകാരം നീതീകരിക്കപ്പെട്ടവന് ഉള്ളങ്ങളിൽ ഒരു പ്രത്യാശയുമുണ്ട്. നമ്മളിവിടെ 3-ാം അധ്യായത്തിന്റെ പ്രത്യാശയിലും, അതുകൊണ്ട് അങ്ങനെ നീതീകരിക്കപ്പെട്ടവൻ, വീണ്ടും ജനിക്കപ്പെട്ടവൻ ഈ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അവന്റെ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് നീതീകരണത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒന്നാണെന്ന് അപ്പോസ്തലൻ 5-ന്റെ 2-ാം വാക്യത്തിന്റെ അവസാനം പറയാം. തുടർന്ന് കഷ്ടതയിലും ഞാൻ പ്രശംസിക്കുന്നു. കഷ്ടതയിലും അപ്പോസ്തലൻ എന്തുകൊണ്ട് പ്രശംസിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരികയായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പോസ്തലന് കഷ്ടതയിലും പ്രശംസിപ്പാനായിട്ട് കഴിയുന്നത് ബ്രദറെ എന്ന് ചോദിക്കുമ്പോൾ, കഷ്ടത, ഏത് നിലകളിലുള്ള കഷ്ടത, എന്താണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കഷ്ടത, അല്ല ദൈവ മക്കൾക്കുള്ള കഷ്ടതയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആ കഷ്ടതയെ ഓർക്കുമ്പോൾ നമുക്ക് പ്രശംസിപ്പാൻ തോന്നും. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്റെ പ്രിയരെ, നമ്മളിത് ഈ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ചിന്തകളിൽ നിന്ന് അപ്പോസ്തലൻ എഴുതുന്നതാണെന്ന്. അങ്ങനെയല്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് വന്നപ്പോൾ എന്റെ മനസ്സിൽ വേഗം തോന്നിപ്പിച്ചൊരു ഭാഗം ഞാൻ വായിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം, നിങ്ങൾ അടിയിൽ വര ഇട്ട് വെക്കേണ്ട ഒരു ഭാഗമാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാലോ. 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ആഹാ ആഹാ ഈ ഒരു നിലയിലേക്ക് നാം വളരണം. പഴയ നിയമ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്ന വെളിപ്പാടിത. നമുക്ക് പറയുക, എന്റെ ചുറ്റും നോക്കിയാൽ ഒരു ഫലവും കാണുന്നില്ല, അത്തിവൃക്ഷം തകർക്കുന്നില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തും നശിച്ചു പോകും, കന്നുകാലി ഉണ്ടായിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഈ ഒരു നിലയിലേക്ക്, ഈ ഒരു മാനസിക അവസ്ഥയിൽ, ഈ ഒരു ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വളർത്തുന്ന ഈ ചെറിയ ചെറിയ കഷ്ടതകളിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ദൈവത്തിൽ ആനന്ദിപ്പാനായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ നന്ദി പറയുവാനായിട്ട് ഒന്നും നമ്മുടെ ചുറ്റിനും നമ്മുടെ ജീവിതത്തിലും ഒരവസ്ഥയും ഇല്ലാതിരിക്കുന്ന സമയത്തും I still glorify God. എന്റെ പ്രിയരെ, അവിടെയാ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. അവിടെയാ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടാവുന്നത്. അവിടെയാ അബ്രഹാം ജയിച്ചത്. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ല. അതാ ആശയ്ക്ക് വിപരീതമായ ആശയോടെ ഒരു ചാൻസ് ഇല്ല, ഒരു ഹോപ്പും ഇല്ലാത്തവയില് എന്റെ ദൈവം ശക്തനും ചെയ്യുവാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ.
ഈ ഒരു നിലയിലേക്ക് ദൈവം എന്നെ വളർത്തുന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ അപ്പോസ്തലൻ പറയുക, ഞാൻ കഷ്ടതയിലും പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടതയിൽ പ്രശംസിക്കേണ്ട ആവശ്യം? ഞാൻ ആ ഭാഗം നമ്മൾ 2 ആഴ്ച മുമ്പ് ചിന്തിച്ചതായതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് മുൻപോട്ടുള്ള ഭാഗത്തേക്ക് വരാം. കാരണം എൻ്റെ പ്രിയരെ, ഇതാ ദൈവമക്കളുടെ പാത, കഷ്ടതയുടെ പാത. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, നമ്മുടെ രക്ഷാനായകൻ അനേകം കഷ്ടങ്ങളിലൂടെ കടന്നാണ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ പിൻചെല്ലുന്ന നമുക്കും ദൈവം വെച്ചിരിക്കുന്ന, ഡിസൈൻ ചെയ്തിരിക്കുന്ന അതാണ്. അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. എല്ലാവർക്കും വ്യത്യസ്ത നിലകളിൽ നമുക്ക് സഹിക്കുവാൻ പറ്റാത്തതിനപ്പുറത്താൽ നമ്മളെ പരീക്ഷിക്കുന്നില്ലല്ലോ ദൈവം. ഹല്ലേലൂയ. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം ഈ ലഭിച്ച കൃപയിൽ വളർന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം വളരണമെന്ന ആ നിലയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുകയാണ്. നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക, അതിന് മറുതലിച്ചു നിൽക്കരുത്. ഹല്ലേലൂയ. കാരണം വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, വചനത്തിലേക്ക് നോക്കിയാൽ, എന്റെ പ്രിയരെ, വചനത്തിന്റെ പ്രമാണത്തിൽ നാം വേരൂന്നി നിൽക്കുകയാണെങ്കിൽ, വചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാതെ നാം നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എതിരുകളും എതിർപ്പുകളും ഉണ്ടാവും. എതിരുകളും എതിർപ്പുകളും ഉണ്ടാകുന്നതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ദാറ്റ് ഐ ആം ഇൻ ലൈൻ വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ്. എതിർപ്പുകളും എതിരുകളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കിക്കോണം, ഞാൻ എവിടെയോ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. നമ്മൾ എവിടെയോ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പല നിലകളിൽ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ചർച്ചുകളിൽ നിന്ന് ഒക്കെ നമുക്ക്, കാരണം ഇവിടെ എല്ലാം ഈ കളയും ഉണ്ട്. ഹല്ലേലൂയ. എല്ലായിടത്തും കളയുണ്ട്. കള നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കാരണം കർത്താവ് പറഞ്ഞതും അതല്ലേ, ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെ, ലോകം എന്റെ വാക്ക് കേട്ടെങ്കിൽ നിങ്ങളുടേതും കേൾക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച്, ഞാൻ പറഞ്ഞത്, ഈ വ്യത്യസ്തരായിട്ട് ദൈവപ്രമാണത്തിൽ നിൽക്കുമ്പോഴാ എന്റെ പ്രിയരെ ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞൊരു വാക്യം പൂർത്തിയാകുന്നത്, നാം ലോകത്തിന്റെ ഉപ്പാകുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാ ലോകത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം, അത് അവരുടെ നമ്മളെ കുറിച്ചുള്ള ആ ആഗ്രഹം, നമ്മൾ അങ്ങനെ നിൽക്കണം എന്നാ. കാരണം ഈ സോൾട്ടിനെസ് പോയാൽ പിന്നെ യൂസ്ലെസ് ആണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ, ഇപ്പൊ നമ്മള് എന്ത് വിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലെ, പക്ഷെ നമ്മള് ഇവിടെ വന്നിട്ടും നമ്മള് സകലരെയും പറ്റിച്ചും ചീറ്റ് ചെയ്തും അല്ലെങ്കിൽ നമ്മളെ സ്വയം വഞ്ചിച്ചൊക്കെ ജീവിക്കുക ആണെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് ഈ കഷ്ടത അനുഭവിക്കുന്നത്? ഹല്ലേലൂയ. കാരണം അങ്ങനെ നമ്മൾ വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പ്രിയരെ, നമുക്ക് ചില കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ. ചില കാര്യങ്ങൾ പറ്റില്ല. ഹല്ലേലൂയ. ചില കാര്യങ്ങളോട് നമ്മൾ നോ പറയേണ്ടി വരും. ചില വ്യക്തികളോട് നോ പറയേണ്ടി വരും. ചില സാഹചര്യങ്ങളോട് നോ പറയേണ്ടി വരും. അത് നോ പറയുവാനായിട്ടുള്ള ആർജവം നാം കാണിക്കണം. അതുകൊണ്ടല്ലേ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കുവിൻ. കഴിയുമെങ്കിൽ. What does it mean? അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയില്ല. സമാധാനത്തോടെ പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ സമാധാനമല്ല ഇമ്പോർട്ടന്റ്, അവിടെ വലുത് അവിടെ ദൈവപ്രമാണത്തിന് കീഴടങ്ങുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചാല്, ആക്സ് 14:22. എന്റെ പ്രിയരെ, ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അല്ലാതെ എനിക്കിതിനോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല ഞാൻ പറയുന്നത്. ഇതാ അപ്പോസ്തലന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതായിരുന്നു. നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ എന്നിട്ട് നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ
3-ാം വാക്യത്തിലേക്ക് തന്നെ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടങ്ങളിൽ പ്രശംസിപ്പാനായിട്ടുള്ള കാരണം നമ്മുടെ ജീവിതത്തില് കഷ്ടങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ട് സഹിഷ്ണുതയുള്ളവരാക്കി സിദ്ധതയുള്ളവരാക്കി നമ്മുടെ പ്രത്യാശയിൽ നമ്മളെ ബലപ്പെടുത്തേണ്ടതിനും പ്രത്യാശയിൽ ഉറപ്പിക്കേണ്ടതിനുമാ ദൈവം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നു. അതോർത്ത് ഞാൻ പ്രശംസിക്കുകയാണ്. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, എന്നെയും അതിനെ കൂട്ടാളിയാക്കിയല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മള് കഴിഞ്ഞ രണ്ടാഴ്ചയും പഠിച്ചല്ലോ, അപ്പോസ്തല പ്രവർത്തികളിൽ തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ എന്നെയും എണ്ണുകയാൽ ഞങ്ങൾ സന്തോഷിച്ച് സന്നിഹിതരീൻ സംഘത്തെ വിട്ടുപോയി. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ ഞങ്ങളെയും എണ്ണുകയാൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇന്ന് പക്ഷെ അവിടെ നിന്നൊക്കെ എത്രത്തോളം മാറി അല്ലേ, ഇത്രത്തോളം മാറി നമ്മള്. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ജീവിതത്തിലും കാരണം എന്നെ കുറിച്ച്, എൻ്റെ മുൻപോട്ടുള്ള നാളെയെ കുറിച്ച്, എൻ്റെ കുറവുകളെ കുറിച്ച്, എൻ്റെ ബലഹീനതകളെ കുറിച്ചെല്ലാം നിങ്ങൾ അറിയുന്നതിനേക്കാളും എൻ്റെ കുടുംബക്കാരറിയുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ദൈവം അറിയുന്നുണ്ട്. അപ്പൊ ദൈവത്തിനറിയാം നമുക്ക് എന്താ കൃത്യമായിട്ടുള്ളതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എല്ലാവർക്കും ഇങ്ങനെയാവണം എന്നല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ദൈവം ഓരോരുത്തരെ വളർത്തുന്നത്, അല്ലെങ്കിൽ അവനെ ഫോം ചെയ്യുന്നത്, അവനെ ഒരുക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ വ്യക്തികളുടെ ജീവിതത്തിൽ വന്നതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇല്ലല്ലോ, അങ്ങനെ തന്നെ ആവണം നമ്മൾ ഒരിക്കലും ഷടിക്കരുത്. എല്ലാം ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക. എങ്ങനെയാ ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോഴാ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അല്ലേ? ദൈവത്തിന്റെ ഹിതം എന്താ എന്റെ ജീവിതത്തില്? ദൈവം എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് എന്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ വേണമെന്ന് ശഠിക്കരുത്. ദൈവം എന്താ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം ഇല്ലായിരിക്കാം, എനിക്ക് വേറൊരു നിലയിലായിരിക്കാം. എനിക്ക് കുറവുള്ളിടത്തല്ലല്ലോ ജെയിംസ് അങ്കിളിന് കുറവുള്ളത്, അവിടെ അല്ലല്ലോ ലിനുവിന് കുറവുള്ളത്. ഓരോരുത്തർക്കും ഓരോ നിലയിലാണ്. അതാ നമ്മളെ അറിയുന്ന ദൈവം ഹല്ലേലൂയ നമ്മളെ ആ നിലയില് മാറ്റും. കാരണം ഇവിടെ പറയുക കഷ്ടത സഹിഷ്ണുത സിദ്ധത എന്ന് വെച്ചാൽ ഒരു പ്രൂവൺ ക്യാരക്ടറാണ്. കുറെ കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതം മാറുന്ന ഒരു അവസ്ഥ, നമ്മുടെ ഒരു പ്രകൃതം ദൈവാനുരൂപമായിട്ടുള്ള ആ ഒരു പ്രകൃതത്തിലേക്ക് നമ്മൾ മാറും. നമ്മളെ ഇങ്ങനെ പ്രകൃതം മാറിയവരാ വിശുദ്ധന്മാരാ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ, നമ്മൾ പറഞ്ഞല്ലോ ഒരു സഹോദരിയെ കുറിച്ച്, ഫാൻജി ക്രോസ്ബി അല്ലേ, നമ്മുടെ നാട്ടിൽ വന്നെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ശ്രദ്ധിച്ചല്ലോ. എത്രത്തോളം എന്തുകൊണ്ട് അങ്ങനെ വരാനായിട്ട് ഒരു യുവതി, 20 വയസ്സ് മാത്രമുള്ള ഒരു യുവതി നമ്മുടെ നാട്ടിലോട്ട് തനിയെ വരികയും അവിടെ വന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അനേകരെ ക്രിസ്തുയേശുവിനെ ദൈവവചനം പ്രചരിപ്പിക്കുകയും അവിടെ ആ വ്യക്തി അവിടെ ഉപയോഗിക്കുക. എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന? ഇതാ ദൈവസ്നേഹത്തെയും അല്ലെങ്കിൽ വചനത്തെയും ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തെയൊക്കെ ഓർത്ത് അവരങ്ങനെ ഇറങ്ങി വരുന്നത്. അവരെ ആ നിലയിൽ ദൈവം ഒരുക്കി അങ്ങനെ അയക്കുകയും, കാരണം അവരുടെ പ്രകൃതവും അങ്ങനെയായി മാറി. ഹല്ലേലൂയ. പക്ഷെ നമ്മള് ആ നിലയിലേക്ക് നാമും വളരണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ തുടർന്ന് നമുക്ക് പഠിച്ചാല്, എന്നിട്ട് 4-ന്റെ 5-ാം വാക്യത്തിൽ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ആൻഡ് ഹോപ്പ് മേക്ക് ഇറ്റ് നോട്ട് അഷെയിംഡ് ബിക്കോസ് എന്തുകൊണ്ട് ഹോപ്പ് മേക്ക് ഇറ്റ് നോട്ട് അഷെയിംഡ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കാരണം അതിന്റെ അടുത്ത വാക്യത്തിൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ പറയുന്ന ദൈവതേജസ് എന്ന പ്രത്യാശ, അല്ലെങ്കിൽ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രത്യാശ, ഇതൊരു പാസിംഗ് ഇല്യൂഷൻ ഒന്നുമല്ല. ഇതൊരു പാസിംഗ് ഇല്യൂഷനോ അല്ലെങ്കിൽ ഇത് നടക്കാതിരിക്കാം അങ്ങനെയല്ല. മേ ബി ഓർ മേ നോട്ട് ബി അല്ല. അതോടെ പറഞ്ഞു, ഈ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരില്ല. അതിന് കാരണം ഞാനല്ല, എന്നെ തെരഞ്ഞെടുത്തവനാ.
ഹല്ലേലൂയ. എന്നിട്ട് പറയുക അതിന്റെ ആ അടുത്ത വാക്യം, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. ഈ ദൈവം നമ്മെ സ്നേഹിച്ച് തെരഞ്ഞെടുത്തു, ദൈവം നമ്മെ സ്നേഹിച്ച് വിളിച്ചു വേർതിരിച്ചു, ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ വിശ്വാസത്തെ തന്നു, ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ പ്രത്യാശ വെച്ചു, നൽകിയവൻ തീർപ്പാൻ വിശ്വസ്തന. അതുകൊണ്ട് ഇതൊരിക്കലും മേ ബി ഓർ മേ നോട്ട് ബി അല്ല, ഇത് അങ്ങനെ തന്നെയാണ്. അബ്രഹാമിന്റെ കാര്യത്തിൽ പഠിച്ചില്ലേ, ദൈവം ചെയ്യുവാൻ കഴിവുള്ളവനും ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവനുമാണ്. ഈ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ അന്നേരം വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, സങ്കീർത്തനങ്ങളിൽ അവനെ കാത്തിരിക്കുന്നവർ, അവനെ നിത്യതയ്ക്കായി കാത്തിരിക്കുന്നവർ, അവനൊരു വാക്കുണ്ട്, ഞാൻ ആ സങ്കീർത്തനം മറന്നുപോയി. അപ്പം ആ നിത്യതയിലേക്ക് അല്ലെങ്കിൽ അവനെ കാത്തിരിക്കുന്ന, അവന്റെ വരവിനായി കാത്തിരിക്കുന്നവരാ സൂക്ഷിക്കപ്പെടുന്നതും കേട്ടോ. അത് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട ഒരു ഇനീഷ്യേഷനാണ്. ദൈവത്തിനുമായി കാത്തിരിക്കുക എന്ന് വെച്ചാൽ തന്നെ ഒരുക്കി കാത്തിരിക്കുക, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുക. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സ്നേഹത്തെ സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, അല്ലെങ്കിൽ മാറാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹമാണ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ്. ഈ സ്നേഹം, ആ വാക്യം നോക്കിയേ, ദൈവം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നീ വീണ്ടും ജനിച്ചപ്പോൾ, നീ നീതീകരിക്കപ്പെട്ടപ്പോൾ, നീ ദൈവമകനായപ്പോൾ, ദൈവമകനായത് എങ്ങനെയാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ വന്ന് വസിക്കുവാനാ തുടങ്ങിയപ്പോഴാണ്. ദൈവസ്നേഹമാവുന്നു, പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ സ്നേഹം നമ്മുടെ അകത്ത് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിട്ടുണ്ട്. ഈ സ്നേഹത്തെ ഈ ഭാഗത്ത് അപ്പസ്തോലൻ തുടർന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 2 നിലകളിലാണ് അത് വിശദീകരിക്കുന്നത്. 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, വീണ്ടും ജനിച്ച നാം ഇപ്പോൾ അനുഭവിക്കുന്ന സ്നേഹം. 2, നമുക്ക് നൽകപ്പെട്ട സ്നേഹം. നൽകപ്പെട്ട സ്നേഹം എവിടെയാണ് നമ്മൾ കാണുന്നത്? കാൽവരിയിൽ. ഇപ്പോൾ നാം അനുഭവിക്കുന്ന സ്നേഹം, അത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടായിരിക്കുന്ന ആ 2 കാര്യങ്ങൾ നമുക്ക് 5, 6, 7, 8 വാക്യങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്റെ പ്രിയരെ, ഈ നമ്മൾ ചിന്തിക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ട് ദൈവമകനായി കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ തരുന്ന ഫലങ്ങള്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഫലങ്ങൾ ഇന്ന് നാം കേൾക്കുന്ന നിലയിലുള്ള ഫലങ്ങളാണോ? ഇന്ന് നാം കേൾക്കുന്നത് എന്താ, നമ്മളിങ്ങനെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും. പക്ഷെ ഇവിടെ നോക്കിക്കേ, നീതീകരിക്കപ്പെട്ടവന്റെ ഉള്ളങ്ങളിൽ വരുന്നത് സ്നേഹം, സമാധാനം, സന്തോഷം. സ്നേഹം, സമാധാനം, സന്തോഷം. ഈ 3 ഫലങ്ങള് നമ്മുടെ ഉള്ളങ്ങളിൽ നിറയും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവില്, ബുദ്ധിമുട്ടിന്റെ നടുവിൽ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ലഭിച്ച കൃപയിൽ നാം നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ദൈവത്തിന്റെ ആഗ്രഹം അത് തന്നെയാണ്. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ അവിടുത്തെ ആ അനുഗ്രഹ നിറവ് പ്രാപിക്കണം എന്നുള്ളത്. അനുഗ്രഹത്തിന്റെ നിറവ്. അനുഗ്രഹത്തിന്റെ നിറവ് എന്താന്നാ പറയുന്നത്? ദൈവത്തിന്റെ കരുണ, സ്നേഹ, സമാധാനം, സന്തോഷം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളങ്ങളിൽ ഇത് നിറയ്ക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയരെ. ഹല്ലേലൂയ. അതാ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. അവിടെ ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നത് അതിന്റെ മൂലഭാഷയിൽ എങ്ങനെയാ പറയുന്നറിയോ? ഫ്ലഡ്സ്. ഗ്രീക്കില് മൂലഭാഷയിൽ ആ വാക്കിന്റെ അർത്ഥം ഫ്ലഡ്സ് ഓഫ് ലവ്. അതിങ്ങനെ എന്താ പറയുക, സ്നേഹത്തെ ഒരു മലവെള്ള പാച്ചിൽ പോലെ പറഞ്ഞിരിക്കുക. ഫ്ലഡ്സ് ഓഫ് ലവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹം നമ്മളെ, സ്നേഹത്താൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മളെ നിറച്ചിരിക്കുകയാണ്. അല്പം പോലും എന്താ പറയുക, കുറവില്ലാതെ ഓരോ ദിവസവും ഓരോ നിമിഷവും ആ സ്നേഹത്താൽ നമ്മെ നിറച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ അപ്പസ്തോലൻ കൊരിന്ത്യ ലേഖനത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 12, 13, 14 അധ്യായങ്ങൾ അല്ലെ, 9 കൃപാവരങ്ങളെ കുറിച്ചാണ്.
9 അതിൽ കൂടുതലുണ്ട്. പക്ഷെ അവിടെ പറയുന്ന 9 കൃപാവരങ്ങളാണ്. ഈ 9 കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 12-ലും 14-ലും കൃപാവരങ്ങളെ പറയുന്നതിന് ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് പോലെ 13-ാമത്തെ ഭാഗത്ത് അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്നത് എന്താ? സ്നേഹത്തെ കുറിച്ച്. 13-ാമത്തെ അധ്യായം മുഴുവനും ആ 1 ചാപ്റ്റർ എക്സ്ക്ലൂസീവ്ലി അബൌട്ട് ഇല്ല. സ്നേഹം ചീർക്കുന്നില്ല, അത് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, എന്തൊക്കെയാ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സെക്യുലർ വേൾഡിൽ പോലും പലരും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു അധ്യായമാണ് 13-ാമത്തെ വാക്യം. അതിനെ സ്നേഹത്തെ ഡിഫൈൻ ചെയ്യാൻ ആ ഒരു ചാപ്റ്ററിനെ വെല്ലാൻ വേറെ ഒന്നില്ല, ആർക്കും പറ്റിയിട്ടില്ല ഇന്ന് വരെ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ വാക്യങ്ങള് എഴുതി വെച്ചിരിക്കുന്നില്ലേ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്ന ദൈവസ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നത് എന്തായിരിക്കും? നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ ദൈവസ്നേഹമായിരിക്കും. ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടും സ്നേഹവും സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. നമ്മള് എല്ലാത്തിനേക്കാളും അധികം ദൈവത്തെ സ്നേഹിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം പഠിച്ചതല്ലോ. അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാം, മഗ്ദലക്കാരത്തി മറിയ. 20-ാം അധ്യായത്തില് മഗ്ദലക്കാരത്തി മറിയ. അതിന്റെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതുക്കൽ നിന്ന് കല്ലുരുട്ടി നീങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയം ഈ കൂട്ടൊക്കെ ആയിട്ട് കർത്താവിന്റെ ശരീരത്തിന്മേൽ പൂശാനായിട്ട് ചെല്ലുക, കല്ലറ വാതുക്കലേക്ക് ചെല്ലുക. അവളോട് ചെന്നിരുന്ന് ഒരുപക്ഷെ അവളോട് വെയിറ്റ് ചെയ്യുക മറ്റുള്ളവരോട് വരാനായിട്ട്. അന്നേരം കണ്ടത് ഈ കല്ലറയുടെ കല്ല് മാറ്റിയിരിക്കുന്നു. അവൾ വേഗം ആ കല്ലറ അടുത്തോട്ട് ചെന്നിട്ട് കുഴിഞ്ഞ കല്ലറയ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതാരെയാ? 2 ദൂതന്മാരെയാ കണ്ടത്. അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കെത്തി അതിന്റെ 5-ാമത്തെ വാക്യം അല്ലേ? അല്ലല്ല, അതിന്റെ 11-ാമത്തെ വാക്യം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നുണ്ട്. അവന് കണ്ടത് മാത്രമല്ല, ഈ ദൂതന്മാർ അവളോട് സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത്? അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്തിന് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഈ ദൂതന്മാരെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ഒരു നോർമലായിട്ട് ഒരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണോ? ഒന്നുമല്ല, വളരെ റെയർ ആയിട്ടാണ്, വളരെ അൺയൂഷ്വലാ ദൂതന്മാര് പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ മറിയയുടെ റെസ്പോൺസ് നോക്കിയ പേര്, 2 ദൂതന്മാരെ കണ്ടു, ദൂതന്മാരുമായിട്ട് ഇവൾ സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും മറിയെ സന്തോഷിപ്പിക്കുന്നില്ല. മറിയ ചോദിക്കുക, നിങ്ങൾ അവനെ കണ്ടുവോ? നിങ്ങൾ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറ. മറിയയുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് അവളുടെ കർത്താവാണ്. ദൂതന്മാരെ കണ്ടൊന്നുമല്ല അവളത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവളുടെ ഉള്ളങ്ങളിൽ, കാരണം അവൾക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സൈമൺ ദ ലെപ്പാർഡിന്റെ വീട്ടിൽ ദൈവം അവളോട് കാണിച്ച കരുണയെ കുറിച്ച് ഓർമ്മയുണ്ട്. കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ നടന്ന കാര്യം നമുക്കറിയാം. അവളുടെ ഉള്ളത്തിൽ ആഗ്രഹവും സന്തോഷവും സമാധാനവും നൽകുന്ന കർത്താവാണ് ഇമ്പോർട്ടന്റ് അവൾക്ക്, വേറെന്തിനുമല്ല. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഉള്ളങ്ങളിൽ ഈ നിലയിലുള്ള ദൈവസ്നേഹം പകർന്നിട്ടുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും നമുക്ക് കർത്താവായിരിക്കും, വേറെന്തിനേക്കാളും കർത്താവായിരിക്കും. എന്റെ പ്രിയരെ, ഈ ഒരു ദൈവസ്നേഹത്തിൽ ഇന്ന് രാത്രി നമ്മൾ നിറയണം. എന്റെ പ്രിയരെ, ഈ കർത്താവ് നമ്മളെ ഒരിക്കലും അനാഥരായി. ഞാൻ ഇവിടെ ഈ സെമേസ്മ വന്നിട്ട്
ഈ ഒരു സന്തോഷം അനുഭവിച്ചൊരു വ്യക്തിയാണ്. ദൈവം നമ്മളെ ഒരിക്കലും നിരാശനായി വിടത്തില്ല. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാ, അവൻ സ്നേഹനിധിയാ, നമുക്ക് എന്തുകൊണ്ടും കൂട്ടുകൂടാൻ പോന്നവനാ. ആരൊക്കെ നമ്മളെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഈ കർത്താവിനോടാ നമുക്ക് സ്നേഹമുണ്ട്. അവൻ അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നെ നിങ്ങളൊന്ന് സ്നേഹിക്കേ. പഴയ അവസ്ഥ മുഴുവൻ നമ്മൾ അതല്ലേ കാണുന്നത്. ഇവര് പോകുമ്പോഴൊക്കെ ചെല്ലുക, പ്ലീസ് ലവ് മീ, എന്റെ അടുക്കിലേക്ക് വാ, ഞാനാ നിങ്ങളുടെ പാറ, ഞാനാ നിങ്ങളുടെ രക്ഷ, ഞാനാ നിങ്ങളുടെ ഉപനിധി. അത് നമ്മളെ പഴയ നിയമത്തിലും കാണുന്നത്. ഹല്ലേലൂയ. മറിയയുടെ ആ ജീവിതത്തിലോട്ട് നോക്കിക്കേ. കാരണം ഇതുണ്ടാകണേ ഉണ്ടല്ലോ, നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം ആ ഭാഗത്ത് കർത്താവ് ശീമോനോട് പറയുന്നുണ്ട്. ശീമോനോട് പറയുക, അപ്പം ശീമോൻ ഈ മറിയ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ശീമോൻ ഉള്ളി പറഞ്ഞു, ഇവൾ ആരെന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ അനുവദിക്കില്ലായിരുന്നു. അല്ലെ ഇഫ് ഹി ന്യൂ ഹി വുഡന്റ് അലൗ. അപ്പോൾ ഇത് മനസ്സിലാക്കി കർത്താവ് ശീമോനോട് പറഞ്ഞു, ശീമോൻ എനിക്കൊന്നും നിന്നോട് പറവാനുണ്ട്. എന്താ പറയുക? ഒരു യജമാനന് കടക്കാരുണ്ടാവും. ഒരുവന് ഇത്ര കട ഇളച്ചു കൊടുത്തു, മറ്റുള്ളവന് വലിയ കട ഇളച്ചു കൊടുത്തു. ഇവരിൽ ആരാ ഏറ്റവും അധികം യജമാനോട് സ്നേഹം ഉണ്ടായിരിക്കുക? അപ്പം ശിവൻ പറയുക, അധികം ഇളച്ചു കൊടുത്തവനോട്. നീ കറക്റ്റായിട്ട് ശരിയായ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇവള് അധികം കടം ഇളച്ചു കിട്ടിയവളാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ആരും, ഞാൻ ഒപ്പടെ, എൻ്റെ പ്രിയരെ, നമ്മളൊക്കെ ഇളച്ചു കിട്ടിയ കടത്തിന്റെ വലിപ്പം നോക്കിയ ഈ കൃപയ്ക്ക്, ഈ കരുണയ്ക്ക്, ഈ സ്നേഹത്തിന് ഒരു യോഗ്യതയില്ലാത്തവരാ. നമ്മളെ നരകത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടാലും ദൈവം വിശ്വസ്തനും നീതിമാനുമായിട്ടിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നത്. ഒരു യോഗ്യതയില്ലാത്തവരാ. ഈ ഒരു ബോധ്യം വന്നെങ്കിലേ ഈ സ്നേഹം ഉണ്ടാവും. ഈ ബോധ്യമാണ് നമുക്കിന്നില്ലാത്തത്. ഹല്ലേലൂയ. ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു, ദൈവം എന്നെ എത്രത്തോളം കരുതുന്നു. എനിക്ക് അധികം കടം ഇളച്ചി കിട്ടിയവനാ. എന്റെ പ്രിയത്തിൽ ഞാനിത് പറയുമ്പോൾ നമ്മള് പരസ്യമായിട്ട് നമ്മുടെ പേഴ്സണൽ പ്രയറിൽ ദൈവമായിട്ടിരിക്കുമ്പോൾ, കർത്താവ് എനിക്കൊരു യോഗ്യതയില്ല, എന്റെ യോഗ്യത അവിടുന്ന്, എന്റെ യോഗ്യത കർത്താവാ. നമുക്കൊന്നും പോസ്റ്റ് ചെയ്യാനില്ല. തോമസ് എക്കിംപോസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. താനിങ്ങനെ തന്റെ റൂമിൽ ഇരിക്കുമ്പോൾ റോട്ടിൽ കൂടെ ഒരു വലിയ ജനം, ഒരു പടയാളികളാൽ ചുറ്റപ്പെട്ട് നടുവില് ഒരാളെ ബന്ധുവസ്ഥനായിട്ട് കൊണ്ടുപോവുക, വെടിവെച്ച് കൊല്ലുവാനായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ തോമസ് എക്കിംപോസ് നടന്നു ചെന്നിട്ട് നോക്കിയപ്പോൾ, വലിയ ഒച്ചയൊക്കെ ഇട്ടിട്ട് നോക്കിയപ്പോൾ, വളരെ അതിക്രൂരമായ ഒരു പാപം ചെയ്ത് മരണശിക്ഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. തോമസ് എക്കിംപോസ് പറയുകയാണ്, വിതൗട്ട് ദി ഗ്രേസ് ഓഫ് ഗോഡ്, കർത്താവിന്റെ കൃപ എന്നിൽ ഇല്ലായിരുന്നെങ്കിൽ ആ വ്യക്തി ഞാനാകുമായിരുന്നു. ഇതിനേക്കാളും ബിലോ ദ ബെൽറ്റ് ആയിട്ട് ഉള്ള പാപം ചെയ്യാൻ കഴിവുള്ളവരാ പ്രിയരെ നമ്മൾ ഓരോരുത്തരും. ദൈവം തന്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. നമുക്കതുകൊണ്ട് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, അവൻ അങ്ങനെ ചെയ്തു. നോ, യു ആർ ഓൾസോ കേപ്പബിൾ ടു ഡു ഇറ്റ്. നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അതിലൂടെ കടത്തി വിട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവം. എനിക്കതില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചത്, നോക്കിയാൽ നീയും ഇത് ചെയ്യാൻ നിന്നെ കൊണ്ടും പറ്റും. ഞാൻ നടത്തുന്നില്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടും പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവത്തെ ഈ ശരിക്കും വീണ്ടും ജനിച്ചവന്റെ ഉള്ളിൽ കർത്താവ് ഈ വചനത്തോടൊരു കോംപ്രമൈസോ കർത്താവിനോടുള്ള ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പോകാനൊന്നും അവന്റെ മനസ്സിൽ. ഞാൻ ചോദിക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിനെ സ്നേഹിക്കുക, ഇവിടെ കൂട്ടായ്മയ്ക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കൈയടിച്ച് ചാടി ഒച്ചയിട്ട് പാടി അങ്ങനെ കർത്താവിനെ സ്നേഹിക്കുക?
നമുക്കത് ചർച്ചിൽ വരുമ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ ആ ഒരു എമിനേറ്റ്സ്, ലവ് എമിനേറ്റ്സ്, പുറത്തേക്കുള്ള ഒരു പ്രകടനം ഉണ്ട്. പക്ഷെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ലെന്നറിയോ? നമ്മളെ വിശുദ്ധിയിലും വേർപാടിലും പ്രമാണത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുന്നത്, ബുദ്ധിയുള്ള ആരാധനയെ കുറിച്ച് പഠിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് അപ്പൊ ദൈവത്തിന് പ്രസാദം വരുന്നത് എന്താ? കൈയടിക്കുന്നതാണോ? ദൈവത്തിന് പ്രസാദം വരുന്നത് ജീവനും വിശുദ്ധിയും ജീവനുമുള്ള യാഗമായി സമർപ്പിപ്പി. ഹല്ലേലൂയ. ഇതാ ദൈവം പ്രസാദിക്കുന്നത്, ഇതാ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് സന്തോഷം വരുന്നത്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നത് കർത്താവ്. പ്രിയരെ, പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൂടാതെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്കൊരു വ്യക്തിയെ കാണാം, യോഹന്നാൻ അപ്പസ്തോലൻ അല്ലേ? സ്വർഗത്തിലെ കാര്യങ്ങൾ യോഹന്നാൻ അപ്പസ്തോലൻ റെവലേഷൻസിനകത്ത് വിവരിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് വിവരിക്കുന്നത്? എന്നാല് ഈ സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ സ്വർഗത്തിലെ ആ പഴന്ത നദിയെയോ അല്ലെങ്കിൽ സിംഹാസനത്തെയോ സ്വർണ്ണ തെരുവീതിയെയോ അവിടുത്തെ ബലവശങ്ങളെ കുറിച്ചൊന്നുമല്ല യോഹന്നാൻ വിവരിക്കുന്നത് ദൈവസിംഹാസനത്തിന്റെ നടുവിൽ അറക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കാണുകയാണ്. അതാ യോഹന്നാൻ വിവരിക്കുന്നത്. യോഹന്നാന്റെ കണ്ണ് ഉടക്കുന്നത് എപ്പോഴും ആ അറക്കപ്പെട്ട കുഞ്ഞാടില്ല. കാരണം മാറോട് ചേർന്ന് കിടന്ന് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച വ്യക്തിയാ യോഹന്നാൻ. അതല്ലാതെ യോഹന്നാൻ ഒന്നും പറയാനില്ല. 14-ാം അധ്യായം റെവലേഷനിലേക്ക് വരുമ്പോ സിയോൻ മലയിൽ കുഞ്ഞാടിനെ കണ്ടു. എന്റെ വീട് അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഇന്ന് എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്നു, തൊകത്തിൽ പോകുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എഴുതിവിടുന്നത്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. ഈ വചന പുസ്തകത്തിൽ കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. യോഹന്നാൻ എഴുതി എന്താ? കുഞ്ഞാട് അറക്കപ്പെട്ടു, കുഞ്ഞാടേ അവിടുന്ന് യോഗ്യൻ കുഞ്ഞാട്. ഹല്ലേലൂയ. പണ്ടൊരു ദേവദാസൻ ഇപ്രകാരം ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോ ഈ കുഞ്ഞാട് ഇഫ് ഹി ഈസ് ഇൻ ഹെൽ ഐ വുഡ് ലൈക്ക് ടു ഗോ ദേർ. എനിക്ക് അങ്ങോട്ട് പോകാനാ താല്പര്യം. കർത്താവ് നരകത്തിലായിപ്പോ ഇരിക്കുന്നെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് പോകാനാ താല്പര്യം. കർത്താവ്, ഐ വാണ്ട് ടു ബി വിത്ത് ഹിം. എനിക്ക് കർത്താവിന്റെ കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. കർത്താവ് ഈ എന്റെ പ്രിയനെ നമ്മള് ഈ സ്നേഹം എന്റെ ഉള്ളിലുണ്ടോ? അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എനിക്ക് കർത്താവുമായിട്ടുണ്ടോ? നമ്മൾ ഈ വചനമൊക്കെ പഠിക്കുന്നതും ഈ റോമാലേഖനം ഇങ്ങനെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് പഠിക്കുന്നതിന്റെയൊക്കെ കാരണം അതാ, അതിന്റെയൊക്കെ ഉദ്ദേശം അതാ. നമുക്ക് ആ ഒരു സ്നേഹത്താൽ നമ്മള് ചിലപ്പോഴൊക്കെ വചനം വായിച്ച് കണ്ടു നിറയാറുണ്ടോ? ചിലപ്പോഴൊക്കെ വചനം വായന നിർത്തിയിട്ട് മുട്ടുമേൽ നിന്നിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാറുണ്ടോ? കരങ്ങളെ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാർ നന്ദി പറയാറുണ്ടോ? അഞ്ചാമത്തെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതൊരു പാസ്റ്റ് ടെൻസിലാ. ദൈവം നമുക്ക് നൽകിയ സ്നേഹം, ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നില്ല, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹം. ഹല്ലേലൂയ. ദൈവം തന്റെ സ്നേഹത്തെ പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്റെ പ്രിയരെ കാൽവരിയില. കാൽവരിയെ ഉയർത്താത്ത, കാൽവരിയെ കുറിച്ച് പറയാതെ എങ്ങനെയാണ് നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ച് പറയുക? കാൽവരിയാ ദൈവം തന്നിരിക്കുന്ന ആ ദൈവസ്നേഹത്തെ അല്ലെ. 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 3:25 നീതിയെ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയാ നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. കർത്താവ് നമ്മുടെ നീതിയെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കാൽവരിയാണെങ്കിൽ കർത്താവ് തന്റെ സ്നേഹത്തെയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കാൽവരിയാ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ സ്നേഹത്തിന്റെ ശ്രേഷ്ഠത ഒന്ന്, സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ നിറയുമ്പോൾ കൊടുക്കുവാൻ തയ്യാറാവും അല്ലേ?
എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതിനെക്കുറിച്ച്. എന്റെ പ്രിയ, ഞാന് ക്രിസ്തുവേശുവിൽ വീണ്ടും ജനിച്ച് ദൈവമകനായപ്പോഴാ എനിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു കൃപ. ഹല്ലേലൂയ. കൊടുക്കുവാനായിട്ട്, അത് എന്തായാലും നമ്മുടെ സമയവും നമ്മുടെ ധനം, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ എഫേർട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് തയ്യാറാവും. കാരണം സ്നേഹം നമ്മുടെ ഉള്ളെങ്കിലുണ്ടെങ്കിൽ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഗോൾഡൻ വേഴ്സ് ഇൻ ബൈബിളിൽ ജോൺ 3:14 എന്താ പറയുന്നത്? തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. അപ്പോ ദൈവം സ്നേഹിച്ചപ്പോൾ കൊടുക്കുക ചെയ്തു, തന്നെ നമുക്ക് നൽകുക ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിൽ നിന്ന് ഉണ്ടായി വരേണ്ടത് എന്താ? ഇത് തന്നെ ഉണ്ടായി വരേണ്ടത്. ഇതേ പരിശുദ്ധാത്മാവ് ആ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടായി വരുന്നത് കൊടുക്കുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങൾ 1 യോഹന്നാന്റെ ലേഖനം 4:10 വായിച്ചാലോ? 1 ജോൺ 4:10. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതെന്ന് സാക്ഷാൽ സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതിന്റെ പുത്രനെ. നമ്മെ സ്നേഹിച്ചപ്പോ തന്നത് എന്താ? ദ പ്രൈം മോസ്റ്റ് ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. നമ്മെ സ്നേഹിച്ചപ്പോ. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 2:20 വായിച്ചാല്, ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. 2:20 ഗലാത്യ ലേഖനം. എന്നെ സ്നേഹിച്ചപ്പോ ദൈവം ചെയ്തത് എന്താ? ദൈവം തന്നെ നമുക്ക് ഇങ്ങ് തന്നു അല്ലേ? എന്റെ പ്രിയരെ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ദൈവം എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്തായേനെ? നമ്മുടെയൊക്കെ അന്ത്യം. ജാതികൾ പറയുന്ന പോലെ നമ്മളും പറയും ഹി ഈസ് നോ മോർ. അച്ഛാ, അവര് ഹി ഈസ് നോ മോർ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ തുടങ്ങുക അവിടെ. അതുകൊണ്ടാ നമ്മള് നിത്യതയിൽ ജോയിൻ ചെയ്തു എന്ന് പറയാം. നിത്യതയിൽ ചേർത്തു. ഹല്ലേലൂയ. പക്ഷെ ഏത് നിത്യതയാന്ന് നോക്കണം കേട്ടോ. രണ്ടും നിത്യതയാ. എന്താ? ജീവനും നരകവും നിത്യതയാ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ ഇതിനു മുൻപ്, അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിൽ മരിക്കുന്നവർ അവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അവർക്കാണ് സ്വർഗവും നിത്യഭവനവും ഒക്കെ ലഭിക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളങ്ങളില് ആ ഒരു പ്രത്യാശ ഈ സ്നേഹത്താൽ നമുക്ക് ലഭിക്കുക. അപ്പോ ഈ സ്നേഹം എങ്ങനെ നാം അളക്കുന്നത്? ഈ സ്നേഹം ആ ഭാവന പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്നേഹം അളക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്റ്റ് അല്ലേ? എനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന വളരെ സ്നേഹമുള്ള വ്യക്തിക്ക് നമ്മൾ അതെങ്ങനെയാ പ്രദർശിപ്പിക്കുന്നത്? അതിന്റെ ഏറ്റവും വില കൂടിയത്, അതിന് കൊടുക്കുന്ന വിലയാ ആ സ്നേഹത്തിന്റെ നമ്മൾ അളക്കാൻ പറ്റുന്നല്ലേ? ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോ ദൈവം കൊടുത്ത വില എന്താ? തന്റെ ഏകജാതൻ സ്വന്തം പുത്രനെ നോക്കുക. അതിനേക്കാൾ വലിയൊരു കോസ്റ്റ് തരാൻ നമുക്ക് തന്ന ഗിഫ്റ്റ്. സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റ് തന്റെ പുത്രനെ തന്നതാണ്. അതാ അതിന്റെ ഒരു അളക്കുവാനുള്ള ഒരു മാർഗം. രണ്ടാമത്, നമ്മൾ കൊടുക്കുന്ന വ്യക്തിയുടെ ശ്രേഷ്ഠത. ഹല്ലേലൂയ. ഈ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം അവൻ എത്രത്തോളം ശ്രേഷ്ഠതയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇവിടെ 5:7 വായിച്ചു നോക്കി. റോമാലേഖനം 5:7. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിക്കുവാൻ അപ്പം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ സ്നേഹിക്കും, നമ്മൾ സ്നേഹിക്കും. നല്ല വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ ആളുണ്ട്. പക്ഷെ ദൈവം തന്ന ഇത്രയും വലിയ ഗിഫ്റ്റ് ആർക്കാ? അഭക്തരും
പാപികളും ഏഴകളും പുഴുക്കളും കൃമികളുമായ, ദൈവത്തോട് മത്സരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ, ദൈവത്തോട് ക്രോധത്തിലും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലുമായിരുന്ന ഒരു യോഗ്യതയുമില്ലായിരുന്നു നമുക്ക് അളന്നു. നമുക്ക് ഒരു യോഗ്യതയില്ല. ഈ ഗിഫ്റ്റ് വാങ്ങിക്കാൻ എന്റെ പ്രിയരെ നമുക്കുണ്ടായിരുന്ന യോഗ്യത നിത്യനരകം, മറ്റൊന്നല്ല. നമുക്ക് യോഗ്യത, നമുക്ക് അതാണ് കൃപയും കരുണയും തമ്മിലുള്ള ആ വ്യത്യാസമല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തിനാ യോഗ്യരായിട്ടുള്ളത്? നമ്മൾ നിത്യനരകത്തിന് യോഗ്യം, വേറെ ഒന്നിനും നമ്മൾ യോഗ്യരല്ലായിരുന്നു. പക്ഷെ ദൈവം ഈ നരകത്തിന് യോഗ്യരായ മനുഷ്യന് തന്റെ പുത്രൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നു. അങ്ങനെയാ ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മളെ കുറിച്ച്, മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ വായിക്കുന്നത് നാം ബലഹീനർ. നമ്മുടെ ഒരു സവിശേഷത, നാം ബലഹീനരായിരുന്നു. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോ നാം പാപികൾ. നാം ബലഹീനർ, നാം പാപികൾ. അതിന്റെ 10-ാം വാക്യത്തിൽ ശത്രുക്കളായിരുന്നു. നമുക്ക് പോകാൻ ഇത്രയേ ഉള്ളൂ. നാം ബലഹീനരും പാപികളും ശത്രുക്കളുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സഹോദരി ഇപ്രകാരം എഴുതി വെച്ചത്, ഐ സ്റ്റാൻഡ് അമേസ്ഡ് in his presence and I wonder how could he love sinner, unclean, condemned like me. എന്നെ ഇത്ര സ്നേഹിപ്പാനായിട്ട്, എന്നെ ഇങ്ങനെ കരുതാനായിട്ട്, പാപിയും നഷ്ടപ്പെട്ടവനും അൺക്ലീനുമായിട്ടുള്ള എന്നെ ഇങ്ങനെ സ്നേഹിപ്പാൻ കർത്താവെ ഞാൻ എന്തുള്ളൂ. 8-ാം സങ്കീർത്തനത്തിൽ കവിത പറയുക, ഈ മർത്തിനെ ഓർക്കേണ്ടതിന് you made us the crown of the creation. On what basis God? എന്ത് അടിസ്ഥാനത്തിൽ? 8-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം വായിച്ചു നോക്കി, അതിന്റെ ആൻസർ അതിനകത്തുണ്ട്. ഹല്ലേലൂയ. സാം 8. ഞങ്ങളുടെ കർത്താവായ യഹോവേ. അതിന്റെ ലാസ്റ്റ് വാക്യം വായിക്കാൻ 9 വാക്യമുള്ളൂ. ഞങ്ങളുടെ കർത്താവായ യഹോവേ. പഴയ നിയമത്തിൽ ആരാ കർത്താവ്? കർത്താവായ യഹോവേ എന്ന് വിളിച്ചതാ. കർത്താവായ യഹോവ, കൃപയും കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഈ മർത്യനെ ഓർക്കാൻ ഞാൻ എന്തുള്ളൂ. ബിക്കോസ് നിന്റെ കരുണയും നിന്റെ സ്നേഹവും നിന്റെ ദയയുമാ, മറ്റൊന്നുമല്ല. അതെ, അതുകൊണ്ടാ പാട്ടുകാരൻ പറയുന്നത്, മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധി. മനസ്സലിവിന്റെ മഹാദൈവം. ഹല്ലേലൂയ. ഇതാ ഹല്ലേലൂയ. മർത്യനെ നോക്കാൻ ഞാൻ എന്തുള്ളൂ. ബിക്കോസ് ഹി ലവ്ഡ് us dearly. ദൈവ സ്നേഹം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് കൂടി ഒരു അവസാനിപ്പിക്കാം.